നമസ്കാരം, വിനിയാസ് വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നത്തെയും പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെച്ചേക്കുക. എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്കിനി ഒട്ടും സമയം കളയേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം. ടിപ്പ് നമ്പർ 1. ഞാനിവിടെ കുറച്ച് പച്ചക്കറി വേസ്റ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ പച്ചക്കറി വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ ഒരുമിച്ച് എടുത്ത് വെക്കുക കേട്ടോ. വെറുതെ വലിച്ചെറിഞ്ഞ് കളയരുത്. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഈ വേസ്റ്റ് മൂടി നിൽക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക, കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇത്രയും കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കണം. ഇത് ഒരു ദിവസം ഇങ്ങനെ വെച്ചിരിക്കണം കേട്ടോ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പച്ചക്കറികൾക്കൊക്കെ നല്ല ഒരു വളമാണ്. പച്ചക്കറി വേസ്റ്റ് എല്ലാം കൂടി ഇങ്ങനെ എടുത്തിട്ട് കഞ്ഞിവെള്ളം ഒഴിച്ച് വെക്കുക. ഒരു ദിവസം മുഴുവനായിട്ട് വെക്കുക. എന്നിട്ട് പിറ്റേ ദിവസം വേണം നമ്മളിത് എടുക്കാൻ. അപ്പോഴേക്കും ഈ കഞ്ഞിവെള്ളം എല്ലാം പുളിച്ച് നല്ലൊരു വളമായിട്ടുണ്ടാകും, ഈ പച്ചക്കറി വേസ്റ്റും എല്ലാം കൂടെ കൂടിയിട്ട്. അപ്പം ഞാനതുപോലെ മൂടി വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്തതാണ്. പിറ്റേ ദിവസം എടുത്തപ്പോഴേക്കും നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ട്. ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് പുളിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഡയറക്റ്റ് ഇങ്ങനെ ഒഴിക്കരുത്. നമ്മൾ ഇതിലേക്ക് 2 ഇരട്ടി വെള്ളം ചേർക്കണം. 2 ഇരട്ടി വെള്ളം ചേർക്കണം. അപ്പോൾ ഞാനതുപോലെ ഒരു ബക്കറ്റിലേക്ക് ഒഴിച്ചു കൊടുത്തു. വെള്ളം കൂടെ ഞാൻ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ വെള്ളം നമ്മുടെ പച്ചക്കറികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നല്ലൊരു വളമാണ്. നന്നായിട്ട് പച്ചക്കറികളൊക്കെ തഴച്ചു വളരും. അതുപോലെ തന്നെ ഈ വെള്ളം ഒരു സ്പ്രേ ബോട്ടിലിൽ ആക്കിയിട്ട് നമ്മുടെ ചെടികൾക്കൊക്കെ തളിച്ചു കൊടുക്കുകയാണെങ്കിൽ കീടങ്ങളുടെ ശല്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല കേട്ടോ. ഇങ്ങനെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് മൂലം നമ്മുടെ പച്ചക്കറികൾ, പ്രത്യേകിച്ച് കറിവേപ്പൊക്കെ ആണെങ്കിൽ നല്ലതുപോലെ തഴച്ച് വളരുന്നതായിരിക്കും. അപ്പോൾ ഇനി നിങ്ങൾ ആരും പച്ചക്കറി വേസ്റ്റും കഞ്ഞിവെള്ളവും ഒന്നും വെറുതെ കളയരുത്. ഇതേപോലെ ഒന്ന് ചെയ്ത് വെക്കുകയാണെങ്കിൽ 10 പൈസ ചിലവില്ലാതെ അടുക്കള തോട്ടത്തിലേക്കുള്ള വളം ഉണ്ടാക്കാനാകും. അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ടിപ്പ് നമ്പർ 2. ഇതുപോലെ നമ്മൾ അരിയും പച്ചക്കറിയൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരുന്ന കവറുകളുണ്ടെങ്കിൽ അത് നമുക്ക് പലതരത്തിലുള്ള ഉപയോഗങ്ങളുണ്ട്. എന്നാൽ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഉപയോഗം പറയാം കേട്ടോ. അപ്പോൾ ഇത് 5 കിലോയുടെ അരിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്ന പലചരക്ക് കടയിൽ നിന്നൊക്കെ കിട്ടുന്ന കവറാണിത്. പ്ലാസ്റ്റിക് കവറാണിത്. ഇത് നമ്മുടെ ഡസ്റ്റ് ബിന്നിന് ഒരു കവറായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതേപോലെ നമ്മൾ ഇട്ട് വെക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് വരത്തില്ല കേട്ടോ. ഇത് അവിടെ ഇവിടെയൊക്കെ ഒന്ന് പൊങ്ങി കറക്റ്റ് പാകമാകാത്തതുപോലെയാണ്. നമുക്കിതെടുത്തിട്ട് തിരിച്ച് ഇതുപോലെ ഇങ്ങനെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതുണ്ടോ, നല്ല ഫിക്സായിട്ട് കറക്റ്റായിട്ടിട്ട് ഇരുന്നോളും. അപ്പോൾ ഇതുപോലുള്ള വേസ്റ്റ് കവറുകളൊക്കെ നിങ്ങൾ കളയാതെ കണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് കണ്ടോ, ഇപ്പം നല്ല അടിപൊളിയല്ലേ എന്ന് നോക്കിയത്. ടിപ്പ് നമ്പർ 3. നല്ല രുചിയൂറുന്ന ഒരു മീനച്ചാറാണ് കേട്ടോ ഇത്. നമ്മളിങ്ങനെ അച്ചാറുകളൊക്കെ ഉണ്ടാക്കി വെക്കാറുണ്ടെങ്കിലും പലപ്പോഴും അത് കേടായി പോയി അല്ലെങ്കിൽ പൂപ്പൽ പിടിച്ചു പോയി എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ കുറച്ച് അധികം കാര്യങ്ങൾ ശ്രദ്ധിക്കുവാണെങ്കിൽ അച്ചാറുകൾ എത്ര വർഷം വരെയും കേടാകാതെ ഇരിക്കും. എപ്പോഴും നമ്മൾ അച്ചാറിടുന്ന ഭരണിയൊക്കെ ഇതേപോലെ നന്നായിട്ട് കഴുകി ഉണക്കി തുടച്ച് എടുത്തതായിരിക്കണം അല്ലേ. അച്ചാറില്ലാത്ത വീടുകൾ ചുരുക്കമായിരിക്കും. അത്രയ്ക്കുണ്ട് മലയാളിയും അച്ചാറും തമ്മിലുള്ള ബന്ധം. കഞ്ഞിക്ക് തൊട്ട് കൂട്ടാൻ തുടങ്ങിയിട്ട് ടച്ചിങ്സിന് വരെ അച്ചാറുകൾ തന്നെ ശരണം. ഈ മാങ്ങയും നാരങ്ങയും എന്തിനേറെ പറയുന്നു, തേങ്ങ വരെ അച്ചാറാക്കും നമ്മൾ. ആടും മീനും ബീഫും പോർക്കും വരെ അച്ചാറായി നമ്മുടെ അലമാരകളിൽ ഉണ്ടാകും. മാങ്ങയും നാരങ്ങയും ഒക്കെയാണ് നമ്മൾ അച്ചാർ ഇടുന്നതെങ്കിൽ അത് നന്നായിട്ട് കഴുകി വെള്ളം പൂർണ്ണമായിട്ട് പോയി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ അച്ചാറിടാൻ വേണ്ടിയിട്ട് എടുക്കാവുള്ളൂ കേട്ടോ. അങ്ങനെ വെക്കുകയാണെങ്കിൽ പൂപ്പൽ 7 അയലത്ത് വരില്ല. അതുപോലെ തന്നെ അച്ചാർ ഉണ്ടാക്കുമ്പോൾ നല്ലെണ്ണ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കണം. അതുപോലെ തന്നെ അച്ചാറിൻ്റെ മുകളിൽ ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് നിൽക്കണം. അങ്ങനെയാണെങ്കിൽ പൂപ്പൽ ഒഴിവായി കിട്ടും. അതുപോലെ അച്ചാറുകൾ എപ്പോഴും ഇതുപോലെ ഗ്ലാസ് ഭരണിയിൽ വേണം നമ്മൾ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട്. പ്ലാസ്റ്റിക് ഭരണി അധികം ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഈ ഭരണിയൊക്കെ ആണെങ്കിൽ നല്ലതുപോലെ കഴുകി വെയിലത്ത് വെച്ച് ഉണങ്ങിയ ശേഷം മാത്രം അതിലേക്ക് അച്ചാർ ഇടാവുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ അച്ചാർ ഭരണി ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വെയിലത്തൊക്കെ വയ്ക്കുന്നത് നല്ലതായിരിക്കും. കുറച്ചധികം നാളത്തേനൊക്കെ നമ്മൾ വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ. അതുപോലെ തന്നെ അച്ചാറിൽ ഒരിക്കലും പച്ച കറിവേപ്പിലൊന്നും ഇടരുത്. കറിവേപ്പിലൊക്കെ നല്ലതുപോലെ മൂപ്പിച്ചതിന് ശേഷം മാത്രമേ, വറുത്തതിന് ശേഷം മാത്രമേ ഇടാവുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ അച്ചാർ എടുക്കാനായിട്ട് നല്ല ഉണങ്ങിയ സ്പൂൺ വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. എപ്പോഴും ഈ അച്ചാർ ഭരണി ഇങ്ങനെ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നത് മൂലം അച്ചാറിൽ പൂപ്പലുണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു തവണ നമ്മൾ അച്ചാർ ഭരണി ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ചെറിയൊരു പാത്രത്തിലേക്ക് കുറച്ചൊന്ന് മാറ്റി വയ്ക്കുക കേട്ടോ. ഒരു 2-3 ദിവസത്തേക്കിനോ അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്കിനോ ഒക്കെ ഉള്ളത് മാറ്റി വയ്ക്കുകയാണെങ്കിൽ തന്നെ പൂപ്പൽ ഉണ്ടാകാനായിട്ടുള്ള ചാൻസേ ഉണ്ടാവത്തില്ല.
അതുപോലെ തന്നെ അച്ചാർ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ പൂപ്പലൊന്നും ഉണ്ടാകാതെ നമുക്ക് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടെ. ഇനി അച്ചാർ പൂത്ത് പോയാൽ എന്ത് ചെയ്യും? അച്ചാർ പൂത്ത് പോയാലും നമ്മൾ പേടിക്കേണ്ട കേട്ടോ. ആ പൂപ്പൽ ഭാഗം ഉള്ള ഭാഗം നമ്മളിങ്ങനെ കോരിക്കളയുക. അതിനുശേഷം അല്പം എള്ളെണ്ണയും വിനാഗിരിയും ഒക്കെ ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്കൊന്ന് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. അതല്ലെങ്കിൽ ചൂടാക്കി ഒഴിച്ചതിന് ശേഷം നമ്മൾ ഈ അച്ചാർ ഭരണി ഒന്ന് തലകുത്തി ഒന്ന് നല്ലപോലെ ടൈറ്റൊക്കെ ഒന്ന് നന്നായിട്ട് അടപ്പൊക്കെ ടൈറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് തലകുത്തി കുറച്ച് സമയം വെക്കുവാണെങ്കിലും ആ പൂപ്പലൊക്കെ പോയിട്ട് എണ്ണയൊക്കെ എല്ലാ ഭാഗത്തേക്കും ആകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ തലകുത്തനെ വെക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുവാണെങ്കിൽ എന്താ പറയുക, അച്ചാറുകൾ ദീർഘനാൾ നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ടിപ്പുകളൊക്കെ നിങ്ങൾ ഇനി അച്ചാറിടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അച്ചാർ എത്ര വർഷമായാലും കേടാവില്ല. ടിപ്പ് നമ്പർ 4, ഞാനിവിടെ 2 മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മുട്ടക്കറിയൊക്കെ വെക്കുന്ന സമയത്ത് മുട്ട എടുത്തിട്ട് ഇതേപോലെ കത്തി വെച്ചിട്ട് അവിടെ ഇവിടെയായിട്ടൊക്കെ ഒന്ന് ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുത്തതിന് ശേഷം നമ്മൾ മുട്ടക്കറിയുടെ ആ ഒരു ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഗ്രേവിയൊക്കെ മുട്ടയുടെ ആ ഉള്ളിലേക്ക് കയറി ആ ഉണ്ണിയിലേക്കൊക്കെ ആയിട്ട് നമ്മൾ മുട്ടക്കറി കഴിക്കുമ്പം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതിൻ്റെ ഉൾഭാഗത്തേക്കൊക്കെ ആ ഒരു മസാല എത്തും. അപ്പോൾ ഇനി അങ്ങനെ ചെയ്ത് നോക്കാത്തവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ടിപ്പ് നമ്പർ 5, നമ്മളിതുപോലെ ചിക്കനൊക്കെ വാങ്ങി കറിയൊക്കെ വെക്കുന്ന സമയത്ത് നന്നായിട്ട് കഴുകിയില്ലെങ്കിൽ വല്ലാത്തൊരു ഉളുമ്പൊക്കെ ആയിരിക്കും. ഇനി അതുപോലെ തന്നെ കഴുകുന്ന സമയത്ത് വൃത്തിയായിട്ട് തന്നെ കഴുകാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇതുപോലെ ഉപ്പ് പൊടിയും വിനാഗിരിയും ഒഴിച്ച് ചിക്കൻ കഴുകുകയാണെങ്കിൽ നല്ലതുപോലെ ചിക്കൻ വൃത്തിയാക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഉളുമ്പിൻ്റെ ആ ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഞാൻ ചിക്കൻ ഒന്ന് കഴുകിയെടുത്തതാണ്. നിങ്ങൾ എപ്പോഴും ചിക്കൻ കഴുകുമ്പം വൃത്തിയായിട്ട് ഉപ്പും വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങ നീരോ ഒക്കെ ഒഴിച്ചിട്ട് നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഉപയോഗിക്കുക. ഇനി ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല കിടിലനൊരു മസാല ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ആവശ്യത്തിന് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എത്ര ചിക്കൻ എടുക്കുന്നു അതിനനുസരിച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളി എടുക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് എരിവുള്ള മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കുക കേട്ടോ മുളക് പൊടിയൊക്കെ. അതിനുശേഷം ഞാനിനി ഇതിലേക്ക് വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത പട്ടയും ഗ്രാമ്പും ഏലക്കയും എല്ലാം കൂടെ പൊടിച്ചതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ചിക്കൻ മസാലപ്പൊടി 1 സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒരു 2-3 തണ്ട് കറിവേപ്പില ഇതുപോലെ ഇട്ട് കൊടുക്കുന്നത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ലാസ്റ്റായിട്ട് ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമ്മൾ നല്ലതുപോലെ പേസ്റ്റ് പോലെ എന്നിട്ട് അരച്ചിട്ടെടുക്കാവേ. അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചിക്കൻ മസാല കൂട്ടാണ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് വെച്ചിട്ട് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതേപോലെ ചിക്കൻ കഷ്ണങ്ങളിൽ നന്നായിട്ട് നമ്മൾ ഈ പേസ്റ്റ് ഒന്ന് തേച്ച് പിടിപ്പിക്കണം കേട്ടോ. നല്ലതുപോലെ എല്ലായിടത്തും ആകത്തക്ക വിധം ഇതേപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇതൊരു 10-20 മിനിറ്റോളം നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കണം. അതിനുശേഷം നമ്മളിത് എടുത്തിട്ട് ഫ്രൈ ചെയ്യുവാണെങ്കിൽ നല്ല കിടിലനൊരു ടേസ്റ്റാണേ. അപ്പം നമ്മളിതുപോലെ ഇത് മുഴുവനായിട്ട് ഉപയോഗിക്കുന്നില്ലെങ്കിൽ നമ്മളിതേപോലെ ഒരു പാത്രത്തിൽ അടച്ച് നമ്മൾ ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ആഴ്ചകളോളം ഇരിക്കും. നമുക്ക് ആവശ്യമുള്ളത് എടുത്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ തിരക്കൊക്കെ ഉള്ള സമയത്ത് ഇതേപോലെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമ്മുടെ പണികളൊക്കെ എളുപ്പമാക്കും. പെട്ടെന്നൊരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ടിപ്പ് നമ്പർ 6, ഞാനിവിടെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഒരു ടാബ്ലറ്റ് സ്ട്രിപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ടാബ്ലറ്റൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വെറുതെ കളയാറാണ് പതിവ് അല്ലേ. ഇനിയിപ്പോൾ അത് കളയണ്ട കേട്ടോ. അത് വെച്ചിട്ട് നമുക്ക് നല്ലൊരു ടിപ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത് പാരസെറ്റാമോളിൻ്റെ ടാബ്ലറ്റാണ്. അപ്പോൾ ഞാനിതിൽ നിന്ന് ഒരു ടാബ്ലറ്റ് എടുക്കുന്നുണ്ടേ. എന്നിട്ടൊരു പേപ്പറിലേക്ക് വെച്ചിട്ട് ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് പൊടിച്ചിട്ടെടുക്കണം. അപ്പോൾ ഈ ഒരു രീതിക്ക് ഞാനത് ഇതേപോലെ പൊടിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ഒരു ചെറിയൊരു പാത്രം എടുത്തു. എന്നിട്ട് അതിലേക്ക് ചോറാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഒരു 2 സ്പൂൺ ചോറ് എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഈ പൊടിച്ചു വെച്ച ഈ ഒരു ടാബ്ലറ്റും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണേ. എന്നിട്ട് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇത്രയും ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇത് നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട്, അതായത് ഈ ചോറൊന്ന് ഉടച്ചിട്ടെടുക്കണം. അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക കൈ വെച്ചിട്ട്. അതിനുശേഷം ഇത് ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്കൊന്ന് എടുക്കാം കേട്ടോ. ഇതേപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കാം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ബോട്ടിലിൻ്റെ ക്യാപ്പാണ്. അപ്പോൾ ഇതേപോലത്തെ ക്യാപ്പൊക്കെ എല്ലാവരുടെയും വീടുകളിൽ ഉണ്ടാവുമല്ലോ. ഈ ക്യാപ്പിലേക്ക് നമുക്ക് ഇതുപോലെ ഓരോ ഉരുളകളായിട്ട് വെച്ച് കൊടുക്കാവേ. ഇങ്ങനെ എത്ര ക്യാപ്പുകളുണ്ടോ അതിലൊക്കെ നമുക്കിതുപോലെ വെച്ച് കൊടുക്കാവുന്നതാണ്.
ഇനി ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ശല്യക്കാരായ പല്ലികളെയും പാറ്റകളെയും കുലത്തോടു കൂടി തന്നെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ശക്തിയുള്ള നല്ല ഒരു ടിപ്പാണിത്. നമ്മൾ ഇതുപോലെ ഈ ബോട്ടിലിൽ ഇങ്ങനെ ഒന്ന് വെച്ചതിന് ശേഷം പല്ലിയും പാറ്റയൊക്കെ സാധാരണ കാണാറുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ക്യാപ്പ് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പം മിക്കവാറും രാത്രിയാകുന്ന സമയത്ത് നമ്മൾ കിച്ചണിൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞ് കിച്ചണിൽ നിന്ന് നമ്മൾ പോരുന്ന സമയത്തായിരിക്കും, ആരുമില്ലാത്ത സമയത്തായിരിക്കും ഈ പല്ലിയും പാറ്റയൊക്കെ ഇറങ്ങി വരുന്നത്. അപ്പം നമ്മൾ അവിടെയൊക്കെ ഇതുപോലൊന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അവ വന്നത് കഴിക്കുകയും ചെയ്യും, അവയുടെ കഥ കഴിയുകയും ചെയ്യും. കുലത്തോടു കൂടി തന്നെ നമുക്ക് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ പല്ലിയെയും പാറ്റയും ഒക്കെ. കാരണം ഇതിൽ അടങ്ങിയിരിക്കുന്ന ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ പാരസെറ്റാമോളിൻ്റെ അംശമൊക്കെ നിങ്ങളുടെ വയറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് കുലത്തോടു കൂടി തന്നെ നശിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.